കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദ്യപേപ്പർ ചോർച്ചയാണ്. സ്കൂളുകളിലെ വിവിധ ക്ലാസ്സുകളിൽ ക്രിസ്മസ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയുടെ തൊട്ടു തലേ ദിവസം അല്ലെങ്കിൽ പരീക്ഷയുടെ രാവിലെ യൂട്യൂബ് ചാനലിൽ ലൈവായി വന്ന് ചോദ്യങ്ങൾ പ്രവചിക്കപ്പെടുന്നു. അതേ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നും പറയപ്പെടുന്നു. കുട്ടികളുടെയൊക്കെ കട്ട സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് ഈ ഇൻസൈറ്റിൽ ഈ വിഷയം സംസാരിക്കുകയാണ്. നമ്മോടൊപ്പം പ്രൊഫസർ KM ഷെരീഫ് സാർ. അദ്ദേഹം ഫറൂഖ് കോളേജിൽ ഫറൂഖ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അദ്ദേഹമാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. ക്രിസ്മസ് പരീക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ വീണ്ടും ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം വന്നിരിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചാ വിവാദം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ നെറ്റ് എക്സാമിൻ്റെ പരീക്ഷ ചോർന്നത്, നീറ്റ് എക്സാമിൻ്റെ പരീക്ഷ ചോർന്നതൊക്കെ നമ്മൾ പറയപ്പെടാറുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പോയി പഠിക്കുന്നതിനേക്കാൾ യൂട്യൂബ് ചാനലുകളെ അതുപോലെയുള്ള ലേണിംഗ് ആപ്പുകളെയൊക്കെ നന്നായി ആശ്രയിക്കുന്നൊരു ട്രെൻഡ് വന്നിട്ടുണ്ടല്ലോ. അതിൽ നിന്നാണല്ലോ ഇപ്പോൾ ഇതൊക്കെ ഉത്ഭവിച്ചു വരുന്നത്. ഇത് നയിക്കുന്നൊരു പ്രശ്നം പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഈ പൊതുവെ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ അടക്കമുള്ള വിദ്യാഭ്യാസ രീതി എടുത്തു നോക്കിയാൽ എന്തായിരിക്കണം പഠന ലക്ഷ്യം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആ കൺസെപ്റ്റ് നമ്മുടെ രക്ഷിതാക്കളിലേക്കോ കുട്ടികളിലേക്കോ ചിലപ്പോഴെങ്കിലും അധ്യാപകരിലേക്കോ പോലും ഇപ്പോഴും എത്തിയിട്ടില്ല. പഠനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം കുട്ടിയുടെ സർവ്വതോന്മുഖമായ വികസനമാണ്. അത്തരമൊരു വികസനത്തിൽ സാമൂഹ്യ വികസനമുണ്ട്, ശാരീരിക വികസനമുണ്ട്, ബുദ്ധിപരമായ വികസനമുണ്ട്, വൈകാരിക വികസനമുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ നമ്മളിപ്പോഴും പരീക്ഷയാണ് ഒരു പ്രധാനപ്പെട്ട ടേൺ എന്നൊരർത്ഥത്തിലേക്കാണ് നമ്മളെത്തുന്നത്. മാത്രമല്ല കാൽക്കൊല്ല പരീക്ഷ, അരക്കൊല്ല പരീക്ഷ എന്നൊക്കെ പറയുന്നത് കുട്ടികളുടെ ഭാവി ജീവിതത്തെ ഒരു തരത്തിലും നയിക്കുന്ന ഒരു പരീക്ഷയല്ല. ആ പരീക്ഷയുടെ മാർക്ക് വെച്ചിട്ട് കുട്ടിയുടെ അഡ്മിഷനെയോ കുട്ടിയുടെ തൊഴിൽ സാധ്യതയോ കുട്ടിയുടെ വേറെ ഏതെങ്കിലും ജീവിതത്തെയോ ബാധിക്കില്ല. ആ പരീക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പഠനത്തെ വിലയിരുത്താനുള്ളൊരു പരീക്ഷയാണ്. അധ്യാപകർക്ക് തങ്ങൾ പഠിപ്പിച്ച ഭാഗങ്ങൾ കുട്ടിയിൽ എത്രമാത്രം എത്തി, ഇനി എവിടെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്, റെമഡിയൽ ടീച്ചിങ് എവിടെയാണ് കൊടുക്കേണ്ടത്, ഇതാണ് ആ പരീക്ഷയുടെ പ്രമുഖമായ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രശ്നം ഇപ്പോഴല്ല യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. ഇതൊരു 3 മാസം മുൻപായിരുന്നു. ഓണപ്പരീക്ഷയ്ക്ക് അന്ന് വ്യാപകമായ രീതിയിൽ ചോർച്ച നടന്നിരുന്നു. ഒരുപാട് ചാനലുകളിൽ ഇത്തരത്തിലുള്ള ചോദ്യം വന്നിരുന്നു. അന്നൊക്കെ അവർ വാദിച്ചിരുന്നൊരു ന്യായം, ഞങ്ങൾ പഴയ കാലത്തെ 9 വർഷമായി ഈ പുസ്തകം ഇറങ്ങിയിട്ട് 9 വർഷമായി എല്ലാ വർഷവും 3 പരീക്ഷ വീതം പരീക്ഷ നടക്കുമ്പോൾ അത്രയും പരീക്ഷ നടന്നിട്ടുണ്ട്. ആ ചോദ്യപേപ്പറുകളൊക്കെ നമ്മൾ അസസ് ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടെത്തിയൊരു പ്രഡിക്ഷൻ മാത്രമാണ് എന്നായിരുന്നു ഈ ചാനലുകളിലൊക്കെ അന്ന് വാദിച്ചിരുന്നത്. അത് ചെറിയ രീതിയിലെങ്കിലും ചർച്ചയായി. ഡോക്ടർ AK അബ്ദുൽ ഹക്കീം അതിനെക്കുറിച്ച് ട്രൂ കോപ്പി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാഗസിനിൽ അതിനെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ആ ചർച്ചയെ സമൂഹം ഏറ്റെടുത്തില്ല. അപ്പോൾ സ്വാഭാവികമായും ഇത്തരം ചാനലുകൾക്ക് ഇത് വീണ്ടും ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം വന്നു. ഈ വർഷത്തെ പരീക്ഷയ്ക്കും ഇതേപോലെ ചില ചാനലിൽ ചോദ്യപേപ്പർ ചോർന്നു വന്നു. ഈ ചോദ്യപേപ്പർ ചോർന്നു എന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് ദീർഘകാലമായ അവരുടെ പരിചയം വെച്ചുകൊണ്ടും അവർ ഈ 9 കൊല്ലത്തെ ചോദ്യപേപ്പർ പരിശോധിച്ചിട്ടുമാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്, അല്ലാതെ ചോദ്യപേപ്പർ അവർ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ കേട്ട കുട്ടികൾക്ക് പോലും മനസ്സിലാകും അത് ചോദ്യപേപ്പർ നേരത്തെ കിട്ടിയ ആളുകൾ മാത്രമാണ്. പ്രത്യേകിച്ച് മുൻകാലങ്ങളിലില്ലാത്ത ഒരു സാധനം ഈ പ്രാവശ്യത്തെ പരീക്ഷയിൽ കൊണ്ടുവന്നിരുന്നു. അതായത് തൊട്ട് മുമ്പത്തെ ടേമിൽ പഠിപ്പിക്കേണ്ട ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയ ശതമാനം ചോദ്യം ഉൾപ്പെടുത്തുക. ഈ തീരുമാനം ഒരിക്കലും ഒരു ലേണിംഗ് ഹബ്ബുകാരോ അല്ലെങ്കിൽ ഇത്തരം ചാനലുകളോ അറിയുന്നൊരു സാധനമേ അല്ല. അത് ഒരുപക്ഷെ അധ്യാപകർക്ക് പോലും പലർക്കും അറിയില്ലായിരുന്നു. എന്നാൽ കൃത്യമായി ഈ ചാനലിൽ പറയുന്നത് കഴിഞ്ഞ ടേമിലുള്ള ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇന്ന രീതിയിലുള്ള ഡിസ്കോഴ്സ് വരുമെന്ന്. അതിൻ്റെ ചോദ്യത്തിലെ വാചകം പോലും കൃത്യമായിരുന്നുവെങ്കിൽ അവർ പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല. മാത്രവുമല്ല ദീർഘകാലം അധ്യാപന പരിചയമുള്ളവർക്ക് പോലും ഇത്രയും കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ചാനലുകൾ ശരിക്കും ചെയ്യുന്നത് ഒരു സാമൂഹ്യ ദ്രോഹം തന്നെയാണ്. തീർച്ചയായും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളിനി സ്കൂളുകളിലേക്ക് പോവേണ്ട കാര്യമില്ല, പ്രവർത്തനാധിഷ്ഠിതമായി നടക്കുന്ന പഠന പ്രവർത്തനങ്ങളിലൊന്നും പങ്കെടുക്കേണ്ടതില്ല. അതിന് പകരം ഞങ്ങൾ പരീക്ഷയുടെ തലേന്ന് ഈ ചാനലുകളുടെ ലൈവ് കണ്ടാൽ മാത്രം മതി, ആ ചോദ്യങ്ങൾ ഞങ്ങൾ പഠിച്ചാൽ മാത്രം മതി, പാഠപുസ്തകത്തിലെ തന്നെയുള്ള ബാക്കി കാര്യങ്ങളൊന്നും പഠിക്കേണ്ട കാര്യമേ ഇല്ല, ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി എന്നൊരു ബോധം. ആ ബോധം കുട്ടികൾ ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ അട്ടിമറിച്ച് കളയും. അത്രയും ഗൗരവത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്. കാരണം കുട്ടികൾ സ്കൂളിലേക്ക് വരേണ്ട എന്ന തീരുമാനം വരെ ഒരു പക്ഷേ എടുത്തേക്കും. കാരണം പരീക്ഷയ്ക്ക് വേണ്ട ചോദ്യങ്ങൾ നേരത്തെ കിട്ടുമെങ്കിൽ പിന്നെ ഞങ്ങളെന്തിനാണ് ഇത്രയും സമയം ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന ഒരു ചിന്തയിലേക്ക് വരെ കുട്ടികളെ പോകും. അതുകൊണ്ട് ഈ ഒരു ചർച്ച സമൂഹം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ
ഏറ്റെടുക്കേണ്ട സമൂഹം പക്ഷേ പലപ്പോഴും ആ ചാനലുകളുടെയോ വാർത്തകളുടെയോ ഒക്കെ കമൻറ്റ് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുക സമൂഹം മുഴുവനും നിൽക്കുന്നത് ആ ചാനലിൻ്റെ ഒപ്പമാണ് എന്നാണ്. ഈ ഒരു പ്രവണതയാണ് ആദ്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു പ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം യഥാർത്ഥത്തിൽ പുതിയ കാലത്തിന് അനുയോജ്യമായ സമ്പ്രദായമേ അല്ല. ഈ ചിന്ത ഇന്ത്യയിൽ വന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986 NEP 86 എന്ന് പറയുന്ന ആ പോളിസിയിലാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ കൊണ്ടുവരണം, CCE കൊണ്ടുവരണം എന്ന് പറയുന്നത്. എന്നാൽ അത് നമ്മൾ നടപ്പിലാക്കിയത് അതും വർഷങ്ങൾ കഴിഞ്ഞ് 94 DPP എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് വന്നപ്പോഴായിരുന്നു. ഇന്ത്യയിൽ അത് നടപ്പിലാക്കിയത് NCF എന്ന് പറയുന്ന 2005 NCF വന്നപ്പോഴായിരുന്നു. ഈ കാലത്തിൻ്റെ ഒക്കെ മുന്നോട്ട് വെച്ചിരിക്കുന്ന കാര്യം കുട്ടികളിലെ ഒരു പ്രത്യേക എഴുത്തു പരീക്ഷയിലൂടെ മാത്രമല്ല കുട്ടികളെ വിലയിരുത്തേണ്ടത്, പകരം നിരന്തരമായും സമഗ്രമായും കുട്ടിയെ വിലയിരുത്തേണ്ടതുണ്ട്. ആ വിലയിരുത്താനുള്ള സാധ്യതയെ പൊതുസമൂഹം ഏറ്റെടുത്തില്ല എന്നത് വലിയൊരു കുഴപ്പമാണ്. കാരണം അവരെപ്പോഴും എഴുത്തു പരീക്ഷയിലൂടെ വളർന്നു വന്ന തലമുറ എഴുത്തു പരീക്ഷയിലെ മാർക്കാണ് മുഖ്യം എന്ന് തെറ്റിദ്ധരിച്ചു. കുട്ടികൾ തമ്മിൽ തന്നെ മത്സരം ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ സ്കൂളുകൾ തമ്മിൽ മത്സരമായി. സ്കൂളുകളിൽ പരീക്ഷ കഴിയുമ്പോൾ വലിയ ബാനറുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി, ഞങ്ങളുടെ സ്കൂളുകളിൽ ഇത്രയും വിജയമുണ്ടായി എന്നുള്ള. ഈ വിജയം മുഴുവനും എഴുത്ത് പരീക്ഷയിലെ വിജയമാണ്. ഈ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ നടപ്പിലാക്കിയ ഒരു പ്രധാനപ്പെട്ട അസസ്മെൻ്റ് രീതിയായിരുന്നു ഗ്രേഡിംഗ് രീതി എന്ന് പറയുന്നത്. കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേഡ് കൊണ്ടുവന്നത്. ഇത്ര മാർക്ക് നേടണം എന്നുള്ള മാനസിക സമ്മർദ്ദം കുറച്ച് 2 ഇൻ്റർവെല്ലിൻ്റെ ഇടയിലുള്ള എല്ലാ കുട്ടികളെയും ഒരേ ഗ്രേഡിൽ നിർത്തി. 90%-ൻ്റെയും 100%-ൻ്റെയും ഇടയിലുള്ള കുട്ടികൾക്കാണ് A+ എന്ന് പറയുന്നത്. 80%-ൻ്റെയും 90%-ൻ്റെയും ഇടയിലുള്ള കുട്ടികളാണ് A എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകിച്ചൊരു മാർക്കല്ല, ഒരു ഗ്രേഡിലേക്ക് പോകുമ്പോൾ മാർക്കിൻ്റെ സമ്മർദ്ദം കുറയുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ ഉണ്ടായിരുന്നത്. പക്ഷേ പകരമുണ്ടായത് മാർക്ക് അതിനേക്കാൾ സമ്മർദ്ദമാവുകയും A+ കിട്ടാത്ത കുട്ടികളൊക്കെ മോശക്കാരായി കാണുകയും ചെയ്യുന്ന സാഹചര്യം വന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം പരീക്ഷയാണ് മുഖ്യം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ്. അത് മാറ്റം വന്നാലേ നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രവണതകൾ അവസാനിപ്പിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ വസ്തുക്കളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എപ്പോഴും ഇപ്പോൾ പഠിക്കുന്നൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഈ ബാഗും പുസ്തകങ്ങളും എടുത്ത് സ്കൂളിലേക്ക് നടന്നു പോകുന്നു. അവിടെ എത്തിയാൽ 70-80 കുട്ടികൾ ഒരുമിച്ചിരിക്കുന്നു. അതിനിടയിൽ അധ്യാപകർ 1 മണിക്കൂർ സമയത്തേക്ക് വരുന്നു. അവർ പറയുന്നു, അതിൽ കിട്ടിയത് ഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. അവർ വീട്ടിലെത്തിയാൽ അത്രയും ഭാഗങ്ങൾ വളരെ ലളിതമായി ഉദാഹരണ സഹിതം മറ്റുള്ള എല്ലാ ടെക്നോളജി ഉപയോഗിച്ച് അവർക്ക് മൊബൈലിൽ ഇത് ലഭ്യമാണ്. സ്വാഭാവികമായും നമ്മൾ അവരിപ്പോൾ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ചാനലിൻ്റെ അടിയിൽ വന്ന് കവട്ട സപ്പോർട്ട് എന്നിടുന്നതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഒരു കാരണം നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ 94 ശേഷം വന്ന മാറ്റത്തെ ഇപ്പോഴും അധ്യാപകരും സമൂഹവും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതൊരു വലിയ പ്രശ്നമാണ്. നമ്മളുടെ വിദ്യാഭ്യാസ ലക്ഷ്യത്തിലെ ഒരു ലക്ഷ്യം മാത്രമാണ് നോളജ് എന്ന് പറയുന്ന ലക്ഷ്യം, അറിവ് നേടുക എന്ന് പറയുന്ന ലക്ഷ്യം. പക്ഷേ ആത്യന്തികമായി നമ്മളിപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് അറിവ് നേടുക എന്ന് പറയുന്ന ലക്ഷ്യത്തിലാണ്. അത് ഒരിക്കലും ഒരു യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിൽ നിന്നാൽ അറിവിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും നേടാൻ കഴിയില്ല. കുട്ടിക്ക് സാമൂഹ്യമായ ഇടപെടൽ നടക്കണമെങ്കിൽ, തന്നെപ്പോലെ തന്നെയുള്ള മറ്റു വിദ്യാർത്ഥികൾ ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ, തന്നെപ്പോലെ അല്ലാതെ ഏതെങ്കിലും തരത്തിൽ തന്നെക്കാൾ പരിമിതികൾ അനുഭവിക്കുന്ന കുട്ടികളുണ്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ അവർ സമൂഹവുമായി ഇടപഴകിയേ മതിയാവൂ. 1936 വൈഗോഡ്സ്കി സാമൂഹ്യ ഇടപെടലായിരിക്കണം പ്രധാനമായി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന കാഴ്ച മുമ്പോട്ട് വെച്ചത്. അപ്പോൾ സാമൂഹ്യ ഇടപെടലിനുള്ള ഒരു സാധ്യതയും ഒരു യൂട്യൂബ് ചാനലിനും കൊടുക്കാൻ കഴിയില്ല. അത് സ്കൂളുകളിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത്തരം സാമൂഹ്യ ഇടപെടലുകൾ ഒരു കുട്ടിയെ വിലയിരുത്താൻ ഉപയോഗിക്കാതിരിക്കുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രധാനമായ പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് അസസ്മെൻ്റ് രീതികളിൽ വലിയ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇന്ന് ലോകരാജ്യങ്ങളിലൊക്കെയുള്ള അസസ്മെൻ്റ് രീതികളിലുണ്ടായ മാറ്റത്തെ നമ്മളിതുവരെ സ്വീകരിക്കുകയോ ഉൾക്കൊള്ളുകയോ പോലും ചെയ്തിട്ടില്ല. അതിലൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് കൾച്ചറലി റെസ്പോൺസീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നൊരു മാറ്റമാണ്. ഇപ്പം നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും, നമ്മളുടെ കേരളത്തിൻ്റെ അകത്ത് വ്യത്യസ്ത കൾച്ചറിൽ വളരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ ഒരു സിറ്റിക്കകത്ത്, കോഴിക്കോട് നഗരത്തിൻ്റെ അകത്ത് തന്നെയുള്ള സ്കൂളുകളെ പോലും നമുക്ക് ഈ കൾച്ചറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂളുകളായിട്ട് വിലയിരുത്താൻ പറ്റും. അത് ഈ തീരദേശത്തു നിന്ന് വരുന്ന ഫിഷർമാൻമാരുടെ മക്കൾ വരുന്ന സ്കൂളുകളുണ്ട്. അതേസമയം വളരെ ഉയർന്ന തലത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ കുട്ടിക്കാലം മുതലേ കിട്ടുന്ന സ്കൂളുകളുണ്ട്. ഇവർക്ക് 2 പേർക്കും നടക്കുന്ന പരീക്ഷ ഒന്നായി തീരുമ്പോൾ പിന്നെ കുട്ടി എങ്ങനെ കൾച്ചറലി റെസ്പോൺസീവായിട്ട് ഈ ലോകത്ത് വളരും?
ഫിഷർമാൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന പരീക്ഷയ്ക്ക് ഉപയോഗിക്കുന്ന അതേ ടൂള് തന്നെയാണ് ഒരുപാട് ബുദ്ധിപരമായ വളർച്ചയ്ക്ക് സാഹചര്യമുള്ള ഒരു കുട്ടിയും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഗോത്ര വിഭാഗത്തിൻ്റെയോ ഇവരെല്ലാവരെയും ഒരേ തൂണുകൊണ്ട് അളക്കുന്ന അല്ലെങ്കിൽ ഒരേ മാനദണ്ഡം കൊണ്ട് അളക്കുന്ന രീതിക്ക് മാറ്റം വന്നേ മതിയാവും. ആ മാറ്റം വരണമെങ്കിൽ അധ്യാപകരെ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സമൂഹം വരണം, കുട്ടികളെ തിരിച്ചറിയുന്നൊരു സമൂഹം വരണം. ഇത്തരത്തിലുള്ള പരീക്ഷകൾ നടത്തിയ രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ അവിടെ ഒന്ന്, കുട്ടി വളരെ പ്രധാനമാണെന്ന് തിരിച്ചറിയും. രണ്ട്, കുട്ടിയെ സ്റ്റേറ്റിൻ്റെ ഉടമയായിട്ടാണ്, അതായത് ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെയോ മക്കളായിട്ടാണ് അവർ മക്കളെ കാണുന്നത്. ഇവിടെ നമ്മൾ വ്യക്തികളുടെ മക്കളായിട്ട് കാണുന്നു. വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് മക്കളെ വളർത്തൽ എന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ഓരോ വ്യക്തിയും അവരുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും. അതിന് പകരം സമൂഹത്തിൻ്റെ എല്ലാ മക്കളുടെയും ഉയർച്ചയാണ് ഒരു സാമൂഹ്യ സ്റ്റേറ്റിൻ്റെ വളർച്ച എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് മാറണം. ഒന്ന്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള പരീക്ഷകളിൽ തന്നെ ഡിഫറൻഷ്യേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടെക്നിക്കുണ്ട്. അതാണ് പുതിയ മറ്റൊരു ടെക്നിക്ക്. അതായത് ഓരോ കുട്ടിയുടെയും തലം വ്യത്യാസമായിരിക്കും. ഈ പറഞ്ഞതുപോലെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ചുള്ള തല വ്യത്യാസം ഉണ്ടാവും, കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് അനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും, കുട്ടിയുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത തലങ്ങളെ നിശ്ചയിക്കണം ആദ്യം. അപ്പോൾ കുട്ടിക്ക് കിട്ടിയ പ്രീവിയസ് നോളേജിനെ വെച്ചുകൊണ്ട് നമുക്ക് വ്യത്യസ്ത തലം നിശ്ചയിക്കാം. എന്നിട്ട് പുതിയ തലത്തിലേക്കുള്ള ഡിഫറൻഷ്യേറ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതായത് ഈ കുട്ടിക്ക് ഇന്നതാണ് കൊടുക്കേണ്ടത്, അഥവാ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടി വരും, പഠനത്തിൽ മുന്നാക്കം നിൽക്കുന്ന കുട്ടിയെ സ്വതന്ത്രമായി വിടേണ്ടി വരും. എന്നിട്ട് അസസ്മെൻറ്റിനെയും ഇതേപോലെ ഡിഫറൻഷ്യേറ്റ് അസസ്മെൻറ്റ്, ഡിഫറൻറ്റ് തലങ്ങൾക്ക്, ഡിഫറൻറ്റ് ലെവലുകൾക്ക് ഡിഫറൻറ്റ് ലെവലിൽ അസസ്മെൻറ്റ് നടത്തേണ്ടി വരും. അതിന് അധ്യാപകരുടെ പണി കൂടുതലായിരിക്കും. അതിന് അധ്യാപകരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്, അധ്യാപകർക്ക് നിരന്തരമായ പരിശീലനം നൽകേണ്ടതുണ്ട്, അധ്യാപകരുടെ ഉത്തരവാദിത്തം എന്ത് എന്നതിൻ്റെ ബോധം അധ്യാപകർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പോൾ അധ്യാപകരും സമൂഹവും മാറുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ പരീക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന കാഴ്ചപ്പാട് മാറും. നിലവിൽ സമൂഹം അധ്യാപകരെ വിശ്വസിക്കുന്നില്ല, ഗവൺമെൻറ് അധ്യാപകരെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ടീച്ചർ മെയ്ഡ് എക്സാം എന്ന് പറയുന്ന കൺസെപ്റ്റ് പോലും നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ പറ്റില്ല. കാരണം ടീച്ചർ തന്നെ പരീക്ഷ നടത്തി, ടീച്ചർ തന്നെ പേപ്പർ നോക്കിയാൽ കുട്ടി കിട്ടുന്ന മാർക്കിനെ മാർക്കായിട്ട് നമ്മൾ പരിഗണിക്കില്ല. പകരം നമ്മൾ ഒരു പൊതു മാനദണ്ഡം വരയ്ക്കുന്നു. കേരളത്തിലെ എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് നടക്കുന്ന കാക്കൊല്ല പരീക്ഷ, റെമഡിയൽ ടീച്ചിങ് കൊടുക്കേണ്ട കാക്കൊല്ല പരീക്ഷ എല്ലാ സ്കൂളിലും ഒരേ പരീക്ഷ, അരക്കൊല്ല പരീക്ഷയും എല്ലാ സ്കൂളിലും ഒരേ പരീക്ഷ. അതിന് പകരം ടീച്ചർ മെയ്ഡ് അസസ്മെൻറ്റ് പോലെയുള്ള അസസ്മെൻറ്റുകളാണ് ഇത്തരത്തിൽ വരേണ്ടത്. അപ്പോൾ ആ ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കുട്ടിയിൽ ഏത് ഭാഗത്താണ് പുറകിലുള്ളത് എന്ന്. അവിടെയാണ് മറ്റൊരു പ്രശ്നം കിടക്കുന്നത്. ഈ അധ്യാപകർ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെ പല അധ്യാപകരും ക്ലാസ് എടുത്തിട്ട് ബാക്കി നിങ്ങൾ യൂട്യൂബിൽ പോയി കണ്ടോളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം അധ്യാപകരുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു, നമുക്കറിയില്ല. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ട്യൂഷൻ സെൻ്ററുകൾക്കും അതുപോലെ ഓൺലൈൻ ചാനലുകൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നത് വരെ അധ്യാപകരാണ് എന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഒന്നാമതായി പോകുന്നത് അധ്യാപകരിൽ തന്നെയാണ്. കാരണം പരീക്ഷാ പേപ്പർ നേരത്തെ അധ്യാപകർക്ക് മാത്രമേ ഇപ്പോൾ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അടിക്കുന്ന പ്രസ്സോ അല്ലെങ്കിൽ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകരോ അങ്ങനെ ഒരു വിഭാഗം വിചാരിക്കണം. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ചോദ്യം ചോരുമ്പോൾ അധ്യാപകരുടെ നേരെ വിരൽ ചൂണ്ടുന്നത് ഒരു തെറ്റായിട്ട് ആർക്കും കാണാനേ കഴിയില്ല. പക്ഷേ അധ്യാപകർ അനുഭവിക്കുന്നൊരു മാനസിക സംഘർഷമുണ്ട്. അതിലൊന്നാമത്തെ മാനസിക സംഘർഷം ഏത് അധ്യാപകരോട് ചോദിച്ചാലും ചെയ്യണമെന്ന് വിചാരിക്കുന്ന അധ്യാപകർ പോലും പ്രഷർ ഉണ്ടാകുന്നത് പോർഷൻ തീരുക എന്ന് പറയുന്നൊരു കൺസെപ്റ്റില്ല. അവരെപ്പോഴും പറയുന്നത് പോർഷൻ തീർക്കാൻ സമയമില്ല. ഈ പോർഷൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ശരിക്ക് എത്രമാത്രം ശരിയാണ് എന്നത് ആലോചിക്കേണ്ടതുണ്ട്. ഏത് പോർഷൻ എന്നുള്ളൊരു ആലോചന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതവിടെ ഇരിക്കട്ടെ. എങ്കിലും അങ്ങനെയാണ് എങ്കിൽ കുട്ടികൾക്ക് ഒരു പ്രത്യേക പോർഷൻ വരെ പഠിപ്പിക്കുക, ആ പ്രത്യേക പോർഷനിൽ നിന്ന് പരീക്ഷ പൂർത്തിയാക്കുക. ഇതിൻ്റെ ഇടയിൽ കലോത്സവങ്ങൾ നടത്തണം, പലതരത്തിലുള്ള ശാസ്ത്രോത്സവങ്ങൾ നടത്തണം, പലതരത്തിലുള്ള കായികോത്സവങ്ങൾ നടത്തണം, അതിനൊക്കെയുള്ള സമയവും കണ്ടെത്തണം. ആ ഓവർലോഡായിട്ടുള്ളതായിരിക്കുന്ന കരിക്കുലത്തിലെ പാഠഭാഗങ്ങളുടെ ചില പോർഷനുകളെ തീർക്കുകയും വേണം. ആ ഒരു കൺസെപ്റ്റ് അധ്യാപകർക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. അധ്യാപകർ തീർക്കേണ്ടത് പോർഷനല്ല, യഥാർത്ഥത്തിൽ ആ കരിക്കുലം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു നേട്ടമുണ്ട്, പഠന നേട്ടമെന്നോ പഠന ലക്ഷ്യമെന്നോ വിളിക്കുന്ന, ഇപ്പോൾ പുതിയ പാഠപുസ്തകത്തിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പഠന ലക്ഷ്യം എന്നാണ്. ഈ പഠന ലക്ഷ്യത്തിലേക്ക് കുട്ടിയെ എത്താനുള്ള വിവിധ പ്രോസസ്സുകളാണ് ക്ലാസ്സിൽ നടക്കേണ്ടത്. പക്ഷേ
പരീക്ഷാ ചോദ്യപേപ്പറിൽ വരുന്നത് ഈ ലക്ഷ്യങ്ങളെല്ലാം മറന്നുകൊണ്ട് പാഠപുസ്തകത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മാത്രമാവുന്നു. ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്കലായി അനലൈസ് ചെയ്യുമ്പോഴാണ് ഈ ചോദ്യം എത്രമാത്രം ശരിയല്ലാത്ത ചോദ്യമാണെന്ന് മനസ്സിലാവുക. ഒരു നല്ല ചോദ്യപേപ്പർ സ്റ്റാറ്റിസ്റ്റിക്കലായി അനലൈസ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ ഗ്രാഫിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ബെൽ ഷേപ്പിൽ വരും. ഒരു 10, 15, 20% കുട്ടികൾ പുറകിലായിരിക്കും, 10, 15, 20, 25% കുട്ടികൾ മുന്നിലായിരിക്കും, ബാക്കിയുള്ള 50, 60% കുട്ടികൾ ആവറേജ് ലെവൽ. അപ്പോൾ ബെൽ ഷേപ്പിലാണ് വരിക. എന്നാൽ ഇന്നത്തെ എക്സാമിനേഷൻസ് മുഴുവൻ നോക്കിയാൽ ഈ ബെൽ ഷേപ്പ് കാണില്ല, പരന്നു പോകുന്നതായിട്ടാണ് കാണുക. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും പ്രത്യേക കണ്ടൻറ്റുകളെ, പ്രത്യേക ടെക്സ്റ്റ് ബുക്കുകളിലെ കണ്ടൻറ്റ് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ഈ കണ്ടൻറ്റ് തീർക്കാനാണ് ടീച്ചേഴ്സ് പോർഷൻ തീർക്കുക എന്ന് പറയുന്നൊരു സാധനം വരേണ്ടത്. അവിടെയും നമ്മൾ എത്തിച്ചേരുക പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം വരണം എന്നതാണ്. പരീക്ഷാ സമ്പ്രദായത്തിൽ മാറ്റം വരുമ്പോൾ അതിന് അധ്യാപകരുടെ കർത്തവ്യവും അധ്യാപകരുടെ ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കും. അത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അധ്യാപകർ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ കൂടുതൽ ജോലികൾ ചെയ്യേണ്ടി വരും. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് കൊടുക്കേണ്ടി വരും. റെമഡിയൽ ടീച്ചിങ്ങോ തരത്തിലുള്ള പഠനമോ. പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കലാണ് ഇപ്പോൾ അധ്യാപകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠിക്കാത്ത കുട്ടികളെ ഇനി ഞങ്ങൾ നോക്കേണ്ടതില്ല എന്ന്. മിക്കവാറും സ്കൂളുകളിലൊക്കെ ഈ ഡിവിഷനുകൾ വരെയുണ്ട്. എ ഡിവിഷൻ ഏറ്റവും മികച്ച കുട്ടികൾ, ബി ആവറേജ്, സി ഏറ്റവും മോശം കുട്ടികൾ. അങ്ങനെ ഡിവിഷൻ തിരിക്കുന്നുണ്ട് എങ്കിൽ സി ഡിവിഷനിൽ കൂടുതൽ പഠിപ്പിക്കാനാണ് ആ ഡിവിഷൻ ഉണ്ടാവേണ്ടത്. പക്ഷേ തല തിരിഞ്ഞാൽ സംഭവിക്കുന്നത് അധ്യാപകർ പറയും എ ഡിവിഷനിൽ ഞാൻ എത്ര വേണമെങ്കിലും പോയിക്കോളാം, സി ഡിവിഷനിലേക്ക് എന്നോട് പോകാൻ പറയരുത് എന്ന്. യഥാർത്ഥത്തിൽ ടീച്ചർ ആവശ്യമുള്ള ഒരേ ഒരു സ്ഥലം ആ സി ഡിവിഷനായിരിക്കും. അതിന് അധ്യാപകർ തയ്യാറാവുക കൂടി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഒരു കാര്യം. അതിന് പകരം അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഈ റിസൾട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ് എന്നും ആ റിസൾട്ടിൻ്റെ മുകളിലാണ് സ്കൂളിനെ പോലും അസസ് ചെയ്യുന്നത് എന്നും ഉള്ള അവസ്ഥ മാറിയിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ കൃത്യമായ പരീക്ഷയാണ് എങ്കിൽ ആ സ്കൂളിലെ കുട്ടികളുടെ മാത്രം മാർക്കെടുത്ത് അനലൈസ് ചെയ്താൽ ആ സ്കൂളിലെ ഏത് അധ്യാപകൻ പഠിപ്പിച്ച മേഖലയിലാണ് കുട്ടികൾ മുന്നിൽ നിൽക്കുന്നത് എന്നും പുറകിൽ നിൽക്കുന്നത് കണ്ടെത്താൻ പറ്റും. ആ അധ്യാപകൻ വേറെ സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെയും മാറ്റമുണ്ട് എങ്കിൽ പ്രശ്നം അധ്യാപകൻ്റെ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കും. അതല്ല, ഈ ഗ്രാഫ് വെച്ച് തന്നെ സ്കൂളുകൾ തമ്മിൽ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും, ജില്ലകൾ തമ്മിൽ അസസ് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിനെയും അസസ് ചെയ്യാൻ പറ്റും. അതിന് ചോദ്യം ഒരേ സ്റ്റാൻഡേർഡിൽ പോകുമ്പോൾ പോലും വ്യത്യസ്ത തലങ്ങളിലെ കുട്ടികൾക്ക് വ്യത്യസ്ത തലങ്ങളിൽ അതിനെ സമീപിക്കാവുന്ന രീതിയിൽ തലവ്യത്യാസങ്ങൾ ചോദ്യപേപ്പറിലും വരണം. അതിന് പകരം കണ്ടൻറ് ഓറിയൻറ്റഡ് ആയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ മാത്രം ചോദ്യം സ്വീകരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് നമ്മളിലുള്ളത്. അതിന് പകരം ആപ്ലിക്കേഷൻ ലെവലിലൊക്കെയുള്ള ചോദ്യം വന്നാൽ ആ ചോദ്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരവസ്ഥ. മറ്റൊരു പ്രത്യേകത, കേരളത്തിൽ ഭരണകൂടം പോലും റിസൾട്ടിൻ്റെ മുകളിൽ അഭിമാനിക്കുന്നവരാണ്. ഞങ്ങളുടെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉള്ളത് എന്ന് അഭിമാനിക്കുന്നവരാണ്. ആ റിസൾട്ടിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി വാർത്താ സമ്മേളനം നടത്തുക, മന്ത്രി വന്നിട്ട് റിസൾട്ട് പ്രഖ്യാപിക്കുക, അതിനെ ഒരു അഭിമാനമായിട്ട് കാണുക. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ അനലൈസിനെയാണ് മന്ത്രി അവതരിപ്പിക്കേണ്ടത്. എവിടെയാണ് കുട്ടികൾ മാർക്ക് കുറഞ്ഞത്, അവിടെയുള്ള പ്രശ്നം എന്താണ്, അതിനെന്ത് പരിഹാരമാണ് കൊടുക്കേണ്ടത് എന്ന തലത്തിലേക്ക് മാറേണ്ടിയിരിക്കും. നമ്മൾ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം പതുക്കെ അരികിലോട്ട് മാറി ഈ സ്വകാര്യ സ്കൂളുകളുടെ ഒരു കടന്നുകയറ്റം വല്ലാണ്ട് വന്നിരുന്നു. പിൽക്കാലത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലൊക്കെ നന്നായി ഗുണമേന്മ കൂട്ടുന്ന കാര്യങ്ങൾ അതിനുവേണ്ടി സർക്കാർ മുന്നിട്ടൊരുങ്ങുകയും അതുവഴി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നൊരു ഉണ്ടായിരുന്നല്ലോ. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ട്. അതേസമയം കുട്ടികളുടെ ഒരു അക്കാദമിക് ക്വാളിറ്റി വികസിപ്പിക്കാനുള്ള ഒരു നിലവിലുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ്, അവർക്ക് ഇവിടെ രാഷ്ട്രീയ പ്രാതിനിധ്യം ഒന്നുമില്ല. സ്വാഭാവികമായിട്ട് അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതും പരിഹരിക്കേണ്ടതും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഗുണമേന്മ വർദ്ധിക്കുന്നതിന് വേണ്ടി നിലവിലുള്ള പദ്ധതികൾ എന്തെങ്കിലുമൊക്കെയാണ്? നിലവിൽ NEP വരുന്ന സമയത്ത് NEP മുന്നോട്ട് വെക്കുന്ന പുതിയ NEP 2020 NEP മുന്നോട്ട് വരുന്ന സമയത്ത് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം
അധ്യാപകരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ പരിശീലനത്തെക്കുറിച്ചാണ്. അധ്യാപകരുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഭൗതിക സാഹചര്യങ്ങളെപ്പോലെ തന്നെയാണ് അതിൻ്റെ സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ പോലെ തന്നെ പ്രധാനമാണ് സോഫ്റ്റ്വെയറും. ആ സോഫ്റ്റ്വെയറിലെ ഒരു മുഖ്യ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ വെച്ച് നോക്കിയാൽ അതിലെ മുഖ്യ വ്യക്തി എന്ന രീതിയിൽ അധ്യാപകരെ കാണേണ്ടിയിരിക്കുന്നു. അധ്യാപകർ ശക്തിപ്പെടുമ്പോഴാണ് പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെ അധ്യാപകർ ഉൾക്കൊള്ളുമ്പോഴാണ് ആ മാറ്റത്തിലുള്ള കുട്ടികളുമായിട്ട് അധ്യാപകർക്ക് ഇടപഴകാൻ സാധിക്കുക. അപ്പോൾ അധ്യാപകർക്ക് നിരന്തരമായ പരിശീലനം ആവശ്യമാണ്. അധ്യാപകർക്ക് നിരന്തരമായ അപ്ഡേറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈഫ് ടൈം നോളജ് ആൻഡ് ലൈഫ് ടൈം പ്രാക്ടീസ്. ഇപ്പോൾ ഒരു ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനെ അയാൾ പരിചയപ്പെടുത്തുക മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാണ്. ഒരു വക്കീലിനോട് നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിച്ചാൽ അയാൾ കോടതിയുടെ പേര് പറഞ്ഞിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്നാണ് പറയാം. ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന്. ഒരു ടീച്ചറും ഇതുവരെ ഞാനൊരു സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയാറേ ഇല്ല. ഞാൻ ടീച്ചറാണ് എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ, പഠിക്കുന്നവർ ട്രെയിനിങ് ടീച്ചേഴ്സാണെന്ന് പറയും. അതേസമയം ടീച്ചർ ശരിക്കും പ്രാക്ടീസിങ് ആസ് എ ടീച്ചറാണ്. കാരണം ഇന്നലെയുള്ള കുട്ടികളല്ല ഇന്ന് വരുന്നത്. അപ്പോൾ ഈ കാലത്തിനനുസരിച്ച് ടീച്ചർ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ അന്ന് പഠിച്ച അതേ പാഠമാണ് ഇന്നും തുടരേണ്ടത് എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ ആ പാഠം അവതരിപ്പിക്കുന്ന ആളുടെ പരാജയമായിരിക്കും. അത് കുട്ടിയുടെ പരാജയമല്ല. ഇപ്പോൾ നമ്മൾ കോവിഡ് വന്ന സമയത്ത് ആ കോവിഡിനെ പരിഹരിക്കാനുള്ള പുതിയ കാര്യങ്ങൾ ഡോക്ടേഴ്സ് പഠിച്ചെടുത്തു. അതിന് പകരം അവർ പറയാണ് ഞങ്ങൾ പഠിച്ചപ്പോൾ ഇങ്ങനൊരു വൈറസൊന്നും ഇല്ല, അന്നത്തെ വൈറസിന് ഞങ്ങൾ ഇത്ര വേണമെങ്കിലും ചികിത്സിക്കാൻ പറ്റും, പുതിയ വൈറസുകളെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ആ വൈറസ് വന്നാൽ ഞങ്ങളല്ലല്ലോ ഉത്തരവാദി എന്ന് പറയുന്ന ഒരു ഡോക്ടറെ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് പുതിയ കുട്ടികൾക്ക് ഇങ്ങനെ മാറ്റം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ടീച്ചറെയും കാണേണ്ടത്. അപ്പോൾ ടീച്ചർ പ്രാക്ടീസിന് പോകണമെന്ന ബോധം, അതായത് ട്രെയിനിങ് ആവർത്തിക്കണമെന്ന ബോധം ടീച്ചറിൽ വരണം. ടീച്ചർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിശീലനം സർക്കാർ ഭാഗത്തു നിന്നോ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവണം. ആ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ പ്രൊമോഷൻ പോലുള്ളതായിരിക്കുന്ന സാധ്യതകളുള്ളൂ എന്നുള്ള കാരണം ഒരു പ്രഷർ കൂടി ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യന്മാരെന്ത് കാര്യം ചെയ്യുള്ളൂ. അത്തരത്തിലൊരു പ്രഷറും വേണം. ഇപ്പോൾ കൂടുതൽ പഠിക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും സ്കൂളുകളിലില്ല. പണ്ടേ പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്ന ആളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ആളും വാങ്ങുന്നത് ഒരേ ശമ്പളമാണ്. പലപ്പോഴും അക്കാഡമിക് ലീഡർഷിപ്പിന് കേരളം പോലുള്ള സ്ഥലങ്ങളിൽ കാണുന്നത് സീനിയോറിറ്റിയാണ്. അതുകൊണ്ട് അയാൾ കൂടുതൽ കാലം പഠിപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തെ അക്കാഡമിക് ലീഡർ, ഹെഡ് മാസ്റ്ററോ പ്രിൻസിപ്പാളോ ആക്കുന്നത്. പകരം പ്രശ്നപരിഹരണത്തിനുള്ള കപ്പാസിറ്റി ഉള്ള ആളെ അക്കാഡമിക് ലീഡേഴ്സാക്കി മാറ്റുന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അധ്യാപകർ ശക്തിപ്പെടാൻ വേണ്ടിയുള്ള പരിശീലന പദ്ധതികൾ പലപ്പോഴും നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി വന്നപ്പോൾ മാസത്തിലുള്ള ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അവിടെ അധ്യാപകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ കാലക്രമേണ അതിൻ്റെ അളവുകൾ കുറഞ്ഞു വരികയും അവിടെ നടക്കുന്ന ചർച്ചകൾ പോലും അത്ര ഫലവത്തായി തീരാതിരിക്കുകയും അധ്യാപകർ അവിടേക്ക് പോവാൻ അതുകൊണ്ട് തന്നെ മടിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പകരം കൂടുതൽ അധ്യാപകരെ ശക്തിപ്പെടുത്താനും അധ്യാപകർക്ക് കൂടുതൽ പരിശീലനം നൽകാനുമുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കേണ്ടതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ആദ്യം സൂചിപ്പിച്ച ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ നിലവിലുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കണ്ടന്റുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും എത്രയും അവൈലബിൾ ആണ്. അതിനിപ്പോൾ സ്കൂളിൽ പോയി ഒരു ടീച്ചർ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഒരു അധ്യാപകൻ തൻ്റെ മുന്നിൽ വരുന്ന ഇന്നത്തെ ഒരു കുട്ടിയെ അങ്ങനെയുള്ള അറിവുകളൊക്കെ കിട്ടി വരുന്നൊരു കുട്ടിയായി സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നെ മാഷ് പറഞ്ഞ ബാക്കിയുള്ള ലക്ഷ്യങ്ങളുടെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി ഒരു അധ്യാപകൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, നമ്മൾ പുതിയ കാലത്തെ അറിവിൻ്റെ മാറ്റത്തെ തിരിച്ചറിയണം. അറിവ് ഒരു മൊണോപ്പൊളി ആയിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ അറിവ് അയാൾക്ക് ഗുരു എന്നോ അല്ലെ ടീച്ചർ എന്നോ വിളിച്ചിരുന്ന ഒരാൾക്ക് മാത്രമായിരുന്നു അന്ന് അറിവുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആ അറിവ് കിട്ടാൻ വേണ്ടി, ആ ആളിൽ നിന്ന് അറിവ് കിട്ടാൻ വേണ്ടി ആ ആളിനെ പ്രീതിപ്പെടുത്തലായിരുന്നു ശിഷ്യരായ ആളുകളുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരുടെ വീട്ടുജോലികൾ ചെയ്യേണ്ടി വരും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടി വരും. ഈവൻ ഗുരുകുലം എന്ന് വിളിച്ചിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗുരുവിൻ്റെ വീടായിരുന്നു വിദ്യാലയമായി കണ്ടിരുന്നത്. കാരണം ഗുരുവിന് മാത്രമേ അറിവുള്ളൂ. അറിവിൻ്റെ ഒരു മൊണോപ്പൊളി ഉണ്ട്. അതിൽ ഗുരുവിന് സംപ്രീതനായ ശിഷ്യന് മാത്രമേ ഗുരു പ്രധാനപ്പെട്ട അറിവുകൾ പോലും കൊടുക്കുള്ളായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഗുരു മരിക്കാൻ സമയത്ത് മാത്രം കൊടുത്തിരുന്ന സാധനമായിരുന്നു. അതാണ് നോളേജ് മൊണോപ്പൊളിയുടെ ഒരു പ്രത്യേകത. അത് കഴിഞ്ഞ് ഒരു അടുത്ത ജനറേഷനിലേക്ക് വന്നപ്പോൾ നോളേജ് കോമ്പറ്റീഷൻ വന്നു.
മത്സരമാണ്. ഇപ്പം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്ക് ഉത്തരം കാണിച്ചു ഇരുന്നാൽ മാത്രമേ എൻ്റെ സക്സസ് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച കുട്ടിക്കാലാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ കാണിക്കാതിരിക്കുക, മറച്ചു പിടിച്ച് ഉത്തരം എഴുതുക, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കാലത്ത്. അതുകൊണ്ട് കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുകൾ കൂടുതൽ മുന്നിലെത്തുക എന്ന് പറയുന്ന നോളേജ് കോമ്പറ്റീഷൻ കാലം. ഈ കാലത്ത് നിന്ന് നോളേജ് ഷെയറിങ് കാലത്തേക്ക് ലോകവും ഇന്ത്യയും കേരളവും ഒക്കെ എത്തി. എൻ്റെ കയ്യിൽ പുതിയൊരു അറിവുണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒരു പേജ് തുടങ്ങുന്നു, ആ അറിവ് എല്ലാവരുടെയും മുമ്പിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ട് എല്ലാ അറിവുകളും ഷെയർ ചെയ്യുന്നൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്ത് നോളേജ് കോമ്പറ്റീഷൻ കൺസെപ്റ്റിലാണ് ഈ പറയുന്ന പരീക്ഷ നടക്കുന്നത്. അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഉയർന്ന മാർക്ക് വാങ്ങണം. നോളേജ് ഷെയറിങ് കാലത്ത് ഇതല്ല വേണ്ടത്. കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് പരിശോധിച്ചിട്ടാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത്. അതിന് പകരം പരീക്ഷയുടെ മാർക്കാണ് ഇപ്പോഴും പ്ലസ് ടുവിൻ്റെയും ഡിഗ്രിയുടെയും ഒക്കെ അഡ്മിഷന് നമ്മൾ ഉപയോഗിക്കുന്നത്. ആപ്റ്റിറ്റ്യൂഡ് എവിടെയും നോക്കുന്നേ ഇല്ല. പല കുട്ടികളും ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്ത കുട്ടികൾ ഇത്തരം പരീക്ഷയിൽ വന്നിട്ട് അവർ ഡ്രോപ്പ് ഔട്ടായിട്ട് പുറകേക്ക് പോകേണ്ടി വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ നോളേജ് ഷെയറിങ് കാലത്ത് ടീച്ചർ വരുത്തേണ്ട വലിയൊരു മാറ്റം എന്ന് പറയുന്നത്, അത് റിസർച്ച് നടത്തിയിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കണം എന്നതാണ് അതിൻ്റെ പ്രധാനം. ഫ്ലിപ്പ്ഡ് ലേണിംഗ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റുണ്ട്. നേരത്തെ കുട്ടി വീട്ടിൽ നിന്ന് പഠിച്ചു വരുന്നു, പഠിച്ചു വന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു, അതിലേക്ക് കൂടുതൽ അറിവുള്ള കുട്ടികൾ കൂട്ടിച്ചേർക്കുന്നു, അധ്യാപകരും കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഹോംവർക്കിനെ ഫ്ലിപ്പ് ചെയ്യുക, തലതിരിക്കുക. കുട്ടി ആദ്യം ഹോമിൽ നിന്ന് വർക്ക് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. അതിന് കുട്ടി ഓൺലൈൻ മീഡിയകളിലെ നോളജ് എടുക്കുന്നു. ആ നോളജിനെ പുതിയ സാഹചര്യത്തിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കുട്ടി ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഏറ്റവും സ്പേസുള്ളൊരു സ്ഥലമായിട്ട് സ്കൂൾ മാറും. അപ്പോൾ സ്വാഭാവികമായും കുട്ടി പഠിച്ചെടുത്ത അറിവുകൾ അവതരിപ്പിക്കുന്ന സ്ഥലം. അപ്പോൾ കുട്ടി കുറച്ചുകൂടി സന്തോഷം കിട്ടും. നോളേജ് കോമ്പറ്റീഷൻ്റെ കാലത്ത് അറിവില്ല എന്ന് കുട്ടിയെ തോന്നിപ്പിക്കലായിരുന്നു ടീച്ചറുടെ ലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ സാറ് ചോദ്യം ചോദിക്കുക, അറിയില്ല എന്ന് സാറിന് വിചാരിക്കുന്ന ആളെടുത്തേക്ക്. അന്ന് അറിയുന്നത് പോലെ മുഖഭാവം കാണിച്ചാൽ സാറ് ചോദ്യം ചോദിക്കില്ലായിരുന്നു. അപ്പോൾ അറിയില്ല എന്ന് കുട്ടിയിൽ വരുത്തലായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനൊരു സാധനം ഇല്ല. അറിയും എന്ന ബോധത്തോടു കൂടിയാണ് കുട്ടി ക്ലാസ്സിൽ വരേണ്ടതും ടീച്ചർ കുട്ടിയെ സമീപിക്കേണ്ടതും. എന്നിട്ട് ആ അറിവുകളെ അവതരിപ്പിക്കാനുള്ള വേദിയായിട്ട് സ്കൂൾ മാറുമ്പോൾ കുട്ടിയിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂടും, ആത്മവിശ്വാസം കൂടും, കുട്ടിക്ക് കുട്ടിയുടെ കഴിവ് വളർത്താനുള്ള പ്രേരണ ഉണ്ടാവും, ജീവിതത്തെക്കുറിച്ചുള്ള ലക്ഷ്യബോധം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങളാണ് ലോക വിദ്യാഭ്യാസ ക്രമത്തിൽ മാറുന്നത്. നമ്മളവിടേക്ക് പതുക്കെ മാത്രമേ പോകുന്നുള്ളൂ. അതിന് വേഗത കൂട്ടേണ്ട കാലമായിരിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതെ, നമ്മുടെ സമ്പ്രദായത്തിൽ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ പഴയ രീതികളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്നാണ് സാർ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ചോദ്യപേപ്പർ ചോർച്ചയും എല്ലാം നമ്മുടെ സമ്പ്രദായത്തിനോട് തന്നെ വെല്ലുവിളിയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഇൻസൈറ്റുമായി വീണ്ടും കാണാം.